ഹായ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയ സ്റ്റോറിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതാ നമ്മുടെ സിംഹാസനത്തിലെ 32 പ്രതിമകൾ എന്ന് പറഞ്ഞ സ്റ്റോറിയായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്റ്റോറിയുടെ ബാക്കി തന്നെ നമ്മൾ 15ാം ഭാഗമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ 15ാമത്തെ മകളുടെ കഥ എന്താണെന്ന് നമുക്ക് കേൾക്കാം. വിക്രമാദിത്യ രാജാവിൻ്റെ കാലത്ത് ഉജ്ജയിലെ രാജ്യത്തിൻ്റെ ഐശ്വര്യം ആകാശം മുട്ടിത്തുടങ്ങി. കച്ചവടക്കാരുടെ കച്ചവടം സ്വന്തം രാജ്യത്ത് ഒതുങ്ങാതെ ദൂരദർശനങ്ങളിലേക്കും വ്യാപിച്ചു. അക്കാലത്ത് പന്നലാൽ എന്നൊരു സേട്ട് ഉണ്ടായിരുന്നു. അവൻ വളരെ ധൈര്യം ഉള്ളവനായിരുന്നു. അവൻ്റെ പ്രശസ്തി ചുറ്റും നിറഞ്ഞു. പീഡിതരെ സഹായിക്കാൻ അദ്ദേഹം എപ്പോഴും തയ്യാറായിരുന്നു. അച്ഛനെപ്പോലെ തന്നെ നല്ല ഗുണങ്ങളുള്ള ഹീരാലാൽ ആയിരുന്നു മകൻ. വിവാഹം കഴിഞ്ഞപ്പോൾ പന്നലാൽ നല്ല ബന്ധങ്ങൾ തേടാൻ തുടങ്ങി. ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ അവനോട് പറഞ്ഞു, കടലിനക്കരെ പ്രശസ്തനായ ഒരു വ്യാപാരി ഉണ്ടെന്ന്. അവരുടെ മകൾ വളരെ മര്യാദയും ഗുണനിലവാരവുമുള്ളവളാണ്. യാത്രാ ചെലവ് നൽകിയ കന്യാപക്ഷവുമായുള്ള ബന്ധം സ്ഥിരീകരിക്കാൻ പന്നലാൽ ഉടൻ തന്നെ അയച്ചു. പെൺകുട്ടിയുടെ പിതാവിന് ഈ ബന്ധം ഇഷ്ടപ്പെടുകയും അവരുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. വിവാഹ ദിവസം അടുത്തപ്പോൾ കനത്ത മഴ പെയ്യാൻ തുടങ്ങി. നദികളും തോടുകളും വെള്ളം നിറഞ്ഞ് ദ്വീപിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെട്ടു. വളരെ നീണ്ട പാതയുണ്ടായിരുന്നു. പക്ഷേ വിവാഹ തീയതികളിലെത്തുക അസാധ്യമായിരുന്നു. സേട്ട് പന്നലാലിനെ തികച്ചും അപ്രതീക്ഷിതമായതാണ് അത് സംഭവിച്ചത്. ഈ അവസ്ഥയ്ക്ക് തയ്യാറാവാത്തതിനാൽ തന്നെ അയാൾ അസ്വസ്ഥനായി. വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നായിരിക്കണമെന്നും എന്തെങ്കിലും കാരണത്താൽ ഘോഷയാത്ര എത്തിയില്ലെങ്കിൽ പരിഹാസവും കേൾക്കേണ്ടി വരുമെന്നും അയാൾ കരുതി. ലോകം ചിരിക്കും. പരിഹാരം കാണാതെ വന്നപ്പോൾ വിവാഹം നിശ്ചയിച്ച ബ്രാഹ്മണൻ തൻ്റെ പ്രശ്നം വിക്രമാദിത്യ രാജാവിൻ്റെ മുന്നിൽ വയ്ക്കാൻ നിർദ്ദേശിച്ചു. അവൻ്റെ തൊഴുത്തിൽ കാറ്റിൻ്റെ വേഗതയിൽ പറക്കുന്ന ഒരു രഥവും അതിൽ ഉപയോഗിക്കുന്ന കുതിരകളും ഉണ്ട്. 8-10 പേർ വരനെയും കൂട്ടി ആ രഥത്തിൽ കയറി വിവാഹവേള തുടങ്ങും. ബാക്കിയുള്ളവ പിന്നീട് നീണ്ട പാതയിലൂടെ ചേരും. സേട്ട് പന്നലാൽ ഉടൻ രാജാവിനെ സമീപിക്കുകയും മടിയോടെ തൻ്റെ പ്രശ്നങ്ങൾ പറയുകയും ഒരു രഥം ആവശ്യപ്പെടുകയും ചെയ്തു. രാജാവ് പ്രജകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ചെയ്യുന്നതെല്ലാം രാജാവ് തൊഴുത്തിൻ്റെ മാനേജറെ വിളിച്ച് ഉടൻ തന്നെ കുതിരയോടൊപ്പം രഥവും അവനിലേക്ക് കൊണ്ടുവന്നുവെന്നും വിക്രം ചിരിച്ചു കൊണ്ട് പറഞ്ഞു. സന്തോഷം, നന്ദി പറയുക. രഥവും കുതിരയുമായി പോകുമ്പോൾ സേട്ട് രഥം കയറ്റി ജോലികൾ കനത്ത മഴയിൽ തടസ്സപ്പെടുമോ എന്ന് വിക്രമൻ വിഷമിച്ചു. കാളി നൽകിയ പുത്രന്മാരെ ഓർത്ത് വധുവിനെ വിവാഹ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിവാഹം കഴിപ്പിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. മണവാളൻ്റെ രഥം കാറ്റിൻ്റെ വേഗതയിൽ ഓടാൻ തയ്യാറായപ്പോൾ വികൃതമായ നിഴൽ പോലെ ഇരുവരും രഥവുമായി പോയി. യാത്രാമധ്യേ ആ വഴി കാണാനില്ലെന്ന് സേട്ട് പറഞ്ഞ്. ചുറ്റും വെള്ളമാണ്. അതിനാൽ അവൻ്റെ ആശങ്ക വല്ലാതെ വർദ്ധിച്ചു. എന്തു ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അപ്പോൾ അവിശ്വസനീയമായത് സംഭവിച്ചു. കുതിരകളുള്ള രഥം നിലത്തിന് മുകളിലൂടെ പറക്കാൻ തുടങ്ങി. വെള്ളത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ രഥം ഒരു നിശ്ചിത ദിശയിലേക്ക് നീങ്ങി. യഥാർത്ഥത്തിൽ മക്കൾ അവനെ തടഞ്ഞു നിർത്തി വിവാഹവേദിയിലേക്ക് പറക്കുകയായിരുന്നു. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സേട്ടിൻ്റെ മകൻ വിവാഹിതനായി. സേട്ട് പന്നാലാൽ പെൺകുട്ടിയുമായി ഉജ്ജയിനിയിലേക്ക് മടങ്ങിയപ്പോൾ വീട്ടിലേക്ക് പോകാതെ നേരെ രാജകൊട്ടാരത്തിലേക്ക് പോയി. രാജാവ് വിക്രമാദിത്യ വധൂവന്മാരെ അനുഗ്രഹിച്ചു. കുതിരയുടെയും രഥത്തിൻ്റെയും പ്രശംസയിൽ സേട്ട് പന്നലാൽ നഷ്ടപ്പെട്ടു. രാജാവ് വിക്രമാദിത്യൻ അവൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുകയും കുതിരകളും രഥങ്ങളും സമ്മാനമായി നൽകുകയും ചെയ്തു.